ഈ രാത്രി ചിന്തയ്ക്ക് ആധാരമായി വളരെ സുപരിചിതമായൊരു വേദഭാഗം. പുതിയ എന്തെങ്കിലും ഒരു ചിന്ത പറയാൻ എൻ്റെ കയ്യിലില്ല, പുതിയൊരു ദൂത് പറയാൻ എൻ്റെ കയ്യിലില്ല, അതിനുള്ള കഴിവോ പ്രാപ്തിയോ അറിവോ എനിക്കില്ല. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെ നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. വായിച്ച വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കും. ഒരു വിസ്മയം പൂണ്ട്, എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ ഈ മെസ്സേജിലേക്ക് പ്രവേശിക്കും മുമ്പ് ഇന്ന് ഒരു അപൂർവ കാര്യം എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ ശുശ്രൂഷയിൽ, എൻ്റെ സഭയിൽ, എൻ്റെ ബിസിനസ്സിൽ, എൻ്റെ ജോലിയിൽ, ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ ഒരു അപൂർവ കാര്യം എൻ്റെ യേശു ചെയ്യും എന്ന് വിശ്വസിക്കുന്നവർ രണ്ട് കരമടിച്ച് ഒരു നിമിഷം നന്നായി ഇതിനകത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരു അപൂർവ കാര്യം യേശു ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ, 3 കോണങ്ങളിൽ നിൽക്കുന്നവർ ഒരുമിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. എന്താണ് അപൂർവ കാര്യം എന്ന് പറഞ്ഞാൽ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇന്നലെ ചെയ്തൊരു കാര്യം ഇന്ന് നിനക്കും ചെയ്യുന്നെങ്കിൽ അതൊരു അപൂർവ കാര്യമല്ല. ഇവർക്കെല്ലാം ചെയ്തൊരു സൗഖ്യം, ഇവർക്കെല്ലാം കൊടുത്തൊരു ജോലി, ഇവർക്കെല്ലാം ലഭിച്ചൊരു സാലറി നിനക്ക് ലഭിക്കുന്നെങ്കിൽ അതൊരു അപൂർവ കാര്യമല്ല. എന്നാൽ ഇന്ന് രാത്രി മറ്റാർക്കും ചെയ്തിട്ടില്ലാത്തതും ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതുമായ കാര്യം കരയുന്ന നിനക്ക് വേണ്ടി മാത്രം, വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി മാത്രം, ആരാധിക്കുന്ന നിനക്ക് വേണ്ടി മാത്രം ഇന്ന് രാത്രി എന്റെ ദൈവം ചെയ്യുന്നെങ്കിൽ അതൊരു അപൂർവ കാര്യമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ നന്നായി ആരാധിക്കട്ടെ. ഇന്ന് രാത്രി തികച്ചും വ്യത്യസ്തമായി ഉലകത്തിൽ മറ്റാർക്കും ചെയ്തിട്ടില്ലാത്ത മോശ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് നിലവിളിക്കുന്ന ജനത്തെ നോക്കി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദൈവം പറഞ്ഞൊരു മറുപടി ഉണ്ട്. മോശേ, ഇന്ന് ഞാൻ എന്റെ ജനം കാണെ ഒരു അപൂർവ കാര്യം ചെയ്യും. കൂട്ടുകെട്ടുകൾ 250 പേരുടെ ഒരു സംഘം അഭിഷക്തനെതിരെ എഴുന്നേറ്റപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, മോശേ, ജനത്തോട് മാറിക്കൊള്ളാൻ പറ. ഇന്ന് രാത്രി ഞാൻ ഒരു അപൂർവ കാര്യം ചെയ്യും. മത്സരികളായ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ ദൈവം ഒരു അപൂർവ കാര്യം ചെയ്തെങ്കിൽ പരാജയത്തിന്റെ ദുഃഖം പേറിക്കൊണ്ട് അപമാനിതനായി നിലത്ത് വീണ് കരയുന്ന യോശുവയെ നോക്കി യഹോവയായ ദൈവം പറഞ്ഞു, യോശുവ എഴുന്നേറ്റ്, ഇന്ന് ഞാൻ ഈ ജനക്കാർക്ക് ഒരു അപൂർവ കാര്യം ചെയ്യും. നിനക്ക് എന്താ ആവശ്യം? യുദ്ധം ജയിക്കാൻ സൂര്യനെ നിർത്തണോ? ഞാൻ ഈ രാത്രി നിർത്തും. ചന്ദ്രനെ നിർത്തണോ? ഞാൻ നിർത്തും. ഹല്ലേലൂയ. എന്നിട്ട് കരഞ്ഞ നിനക്ക് വേണ്ടി, കൗണ് വീണ നിനക്ക് വേണ്ടി ഞാൻ ഒരു അപൂർവ കാര്യം ചെയ്യുവാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇതുവരെ ഉലകത്തിൽ മറ്റാർക്കും ചെയ്തിട്ടില്ലാത്ത തികച്ചും അപൂർവമായ ഒരു കാര്യം പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഇന്ന് രാത്രി എന്റെ ദൈവം ചെയ്യാൻ പോകുകയാ. നമ്മുടെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കും. ഈ അധ്യായത്തിൽ
3 സംഭവങ്ങളാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയേക്കുന്നത്. ഒന്ന്, ഗെന്നസരത്ത് എന്ന തടാകത്തിന്റെ കരയിൽ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പത്രോസിന്റെ പടകിൽ, സ്തോത്രം, യേശു വന്ന് കയറുന്നു. എനിക്ക് ഈ രാത്രി പ്രസംഗിക്കാൻ ഡൊമിനിക് പാസ്റ്റർ ക്രമീകരിച്ച് തന്ന PYP വരുന്നിട്ടുള്ള ഒരു സ്റ്റേജും ഒരു മൈക്കുമുണ്ട്. എൻ്റെ യേശു സ്റ്റേജും കടമെടുക്കുക. സ്തോത്രം. ഒന്ന് പ്രസംഗിക്കാൻ വേണ്ടി പത്രോസിന്റെ പടക് കടമെടുത്തത്. നീ കൊടുത്തേ നിറയാൻ പോവാ. ഹല്ലേലൂയ. ഒന്ന് പ്രസംഗിക്കാനാണ് സ്റ്റേജ് കൊടുക്കുഞ്ഞേ. കൊടുത്താൽ നിന്റെ ശൂന്യത ഇറങ്ങുന്നതിന് മുമ്പ് മാറിയിരിക്കും. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ പടകിന്റെ ശൂന്യത കർത്താവ് മാറ്റി. രണ്ടാമത്തെ സംഭവം, കർത്താവ് മുൻപോട്ട് പോകുമ്പോൾ ഒരു കുഷ്ഠരോഗിയായ മനുഷ്യൻ വരും. കർത്താവ് അവനെ കണ്ടിട്ട് മനസ്സിന് തൊട്ട് അവനെ സൗഖ്യമാക്കി. മൂന്നാമത്തെ സംഭവം, 4 പേര് ചേർന്ന് ഒരു മനുഷ്യനെ ചുമ്മിക്കൊണ്ടു പോവുകയാണ്. യേശു ഇരിക്കുന്ന വീടിന്റെ വാതിൽക്ക ചെന്നപ്പോൾ അകത്ത് കയറാൻ വയ്യ. പുരുഷാരം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പെരയുടെ മേൽഭാഗം ഒരു കട്ടിലിറങ്ങാമെന്ന വലിപ്പത്തിൽ എടുത്തു. കട്ടിൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ കിടക്കുന്ന ITDയോ തേക്കിന്റെയോ കട്ടിലാണെന്നൊന്നും ആരും ധരിച്ചു പോകാൻ. അങ്ങനെ ഒരു കട്ടിൽ തല്ലി ഇറക്കാൻ വേണ്ടി പെര പൊളിച്ചൊന്നും ആരും ധരിച്ചു പോകാൻ. ഹൈ റേഞ്ചിൽ നിന്ന് വന്നിട്ടുള്ളവർക്കറിയാം. അവിടെ നമ്മുടെ നല്ല കൂട്ടം അല്ലതിലെങ്കിലും ഓടില്ല. എങ്കിലും ഹൈ റേഞ്ചിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകൾ മലയിടുക്കിലൂടെ ചെറിയ വഴിത്താരെ കൂടെ മെയിൻ റൂട്ടിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി പാസ് കൊമളിക്കാരനാണല്ലോ. അപ്പോൾ മുകളിൽ നിന്ന് ഒരു രോഗി രാത്രിയിൽ രോഗമായി ജീപ്പോ മറ്റു വാഹനമുള്ള റോഡിൽ വരെ കൊണ്ടുവരാൻ ചാക്ക് പോലെ കമ്പിളി പോലെ ഉള്ള വസ്തുക്കൾ, നീണ്ട 2 പട്ടിക, അതിന് 2 സൈഡിൽ ക്രോസ് ആയി അടിച്ച 2 പട്ടിക, ഇങ്ങേറ്റത്തും അങ്ങേറ്റത്തും, അത് മടക്കി ആ കടത്തി വെച്ചോണ്ട് പോകും. 100 ഒരാളെ കിടത്തിക്കൊണ്ട്. സ്തോത്രം. അങ്ങനത്തെ കട്ടിലിനകത്ത് കിടത്തിയ രോഗികളെ മുകളിൽ നിന്ന് താഴെ ജീപ്പിന്റെ അവിടെ വരെ കൊണ്ടുവരുന്നു. അങ്ങനെ ഒരു വസ്തുവിലാണ് ഇവർ കൊണ്ടുവന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ 6 അടി നീളവും 5 അടി വീതിയുള്ള ഒരു കട്ടിൽ തല്ലി പൊളിച്ച് പെരെ കൂടെ ഇറക്കിയതൊന്നും അല്ല. സ്തോത്രം. അന്നത്തെ കാലത്തെ രോഗികളെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന കട്ടിൽ. സ്തോത്രം. വീട്ടിൽ നോക്കി മടുത്തപ്പോൾ നാട്ടുകാർ നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ച് അന്ന് ഓൾഡ് ഹോം ഇല്ലാത്തതുകൊണ്ടായിരിക്കണം റോഡിൽ തട്ടിയതാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. സ്തോത്രം. ഇവിടുത്തെ സ്പോൺസർ ചെയ്ത ആശ്വാസഭവനൊന്നും അന്ന് ഇല്ലാത്തത് കൊണ്ട് അന്നത്തെ ആശ്വാസം റോഡിൽ കൊടുത്തതാ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പാപം നിന്നെ ഒറ്റപ്പെടുത്തും, രോഗം നിന്നെ ഒറ്റപ്പെടുത്തും. സ്തോത്രം. പിന്മാറ്റം നിന്നെ ഒറ്റപ്പെടുത്തും. ഇവിടെ ഒരു രോഗമാണ് ഈ മനുഷ്യനെ ഒറ്റപ്പെടുത്തിയേക്കുന്നത്. പക്ഷെ യേശുവിന്റെ അടുക്ക് വന്നപ്പോൾ അറിഞ്ഞ രോഗമല്ല, പാപം അഭിഷേകമാണ്. പാപത്തിന് പഴയ നിയമത്തിൽ കുഷ്ഠത്തോടാണ് സാദൃശ്യപ്പെടുത്തിയേക്കുന്നത്. സ്തോത്രം. സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുള്ളവരൊക്കെ ഒറ്റപ്പെടാൻ കുഷ്ഠം വന്നാൽ മതി. സ്തോത്രം. ഉസിയാവെന്ന് പറയുന്ന രാജാവ്, മാന്യനായ രാജാവ്, ഭരിക്കുന്ന കാലഘട്ടത്തിൽ നന്നായി ഭരിച്ചു. രാജ്യത്തിന്റെ മുഴുവൻ പ്രശംസ പിടിച്ചു പറ്റി. ഭരണത്തിൽ താൻ ശക്തനായി എന്ന് കണ്ടപ്പോ പുള്ളിക്കൊരാഗ്രഹം പാസ്വേഡായ കൊള്ളാം. സ്തോത്രം. 10 പുത്തനൊക്കെ പോക്കറ്റ് വന്നപ്പോ പുള്ളിക്കൊരാഗ്രഹം കമ്പനിമാരെ കണ്ടിരുന്ന പോലെ പാസ്വേഡാണ്. സ്തോത്രം. പുള്ളിക്കാരൻ അതുകൊണ്ട് നേരെ ധൂപം കാട്ടാൻ ആലയത്തിലോട്ട് പോയി. വിവരമുള്ള പുരോഹിതന്മാര് വിലക്കി, അച്ഛാ അബദ്ധം കാണിക്കല്, അച്ഛാൻ രാജ്യം ഭരിച്ചാൽ മതി, റോഡ് ചാർജ് ചെയ്യുക, പാലം പണിയുക, മെട്രോ റെയിൽവേ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്താൽ മതി, മറ്റേത് പുരോഹിതന്മാർ ചെയ്തോളൂ. സ്തോത്രം പറഞ്ഞേര്. സ്തോത്രം.
അച്ഛനെ ഏൽപ്പിച്ച ഇവര് നിന്നാ മതി എന്നൊക്കെ പുരോഹിതന്മാർ പറഞ്ഞു. എവിടെ കേൾക്കാൻ? ആവേശം അടുത്ത് കയറി പരവേശത്തോടെ പുള്ളി ധൂപം കാട്ടാൻ പോയി. സ്തോത്രം. ധൂപം കാട്ടിയപ്പോഴും വരാൻ പോകുന്ന ഭവിഷ്യത്ത് ആത്മാവിൽ കണ്ടു വിലക്ക്. പക്ഷെ പുള്ളി വിലക്ക് ഏറ്റെടുത്തില്ല. പുള്ളി ധൂപം കാട്ടി. അങ്ങോട്ട് പോയത് നമ്മളാരും വന്ന പോലല്ല. രണ്ട് സൈഡിൽ സഹോദരിമാര് വെഞ്ചാമരം വീശി. മിന്നെ പോകുന്ന പടയാളി വിളിച്ചു പറയും, രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് ആരവത്തോടാ കൊട്ടാരത്തിൽ നിന്ന് ആലയത്തിലോട്ട് പോയി. സ്തോത്രം. പക്ഷെ ആലയത്തിൽ ജനം നോക്കി നിൽക്കേ കുട്ടം നെറ്റിക്ക് പൊങ്ങി. ഒരു സ്തോത്രം പറഞ്ഞത്. സ്തോത്രം. കുട്ടിപ്പിനകത്തായിരുന്നെങ്കിൽ കാണത്തില്ലായിരുന്നു, മണ്ടയ്ക്ക് കോട്ടിട്ടാ മതി. സ്തോത്രം. പാവം കോട്ടിട്ടും സൂട്ടിട്ടും ഒക്കെ വേണേ മറയ്ക്കാൻ. പക്ഷെ തമ്പുരാൻ വെളിപ്പെടുത്തുമ്പോൾ മറയ്ക്കാൻ പറ്റാത്തടത്ത വെളിപ്പെടുത്തുന്നേ. നല്ല സ്തോത്രം പറഞ്ഞത്. അല്ലേ? പ്രാർത്ഥിച്ചോണ്ടിരിക്കണേ. എന്റെ കുഞ്ഞെ, കുറ്റത്തിന്റെ പ്രത്യേകത ഒന്ന്, പെട്ടെന്ന് വെളിപ്പെടുത്തില്ല. സ്തോത്രം. ക്രമേണ ക്രമേണ വെളിപ്പെടുന്നു. ആദ്യം ചെറിയൊരു പാട്, പിന്നെ മൂക്കലൊരു പൊട്ട്, പിന്നെ ചെവിയൊരു പാട്, എല്ലാം കഴിഞ്ഞ് മുഖം പതുക്കെ വികൃതമായി, പിന്നെ ദേഹത്ത് മൊത്തം വ്യാപരിക്കും. ക്രമേണ ക്രമേണ വ്യാപരിക്കുന്നത്. പാപം ഇതുപോലെ പെട്ടെന്നൊന്നും വെളിപ്പെടത്തില്ല. നല്ല പാപം ചെയ്ത് വെച്ചും നമ്മളെ സ്റ്റാൻലി പാസ്റ്റർ പോലെ ആരാധിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണെങ്കിൽ നന്നായി കൈയടിച്ച് നമ്മൾ ആരാധിച്ചു കളയും. കർത്തൃമേശ വരുമ്പോൾ ഒരു പുളിപ്പില്ലാതെ കർത്തൃമേശ എടുക്കും. അതിനൊന്നും ഒരു കുഴപ്പം വരത്തില്ല. പക്ഷെ നെറ്റിക്ക് പൊങ്ങിയാൽ, സ്തോത്രം, ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ ഒരുത്തന് കുറ്റമാണ് ഉണ്ടാകുന്നതെങ്കിൽ ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 45-46 വേഗം വായിക്കണം. സമയമില്ല, വേഗം വായിക്കണം. 45-46. വടുവുള്ള കുഷ്ഠരോഗി വസ്ത്രം കീറണം. അവന്റെ തല മൂടാതിരിക്കണം. വായിച്ചോ. അവൻ അതരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയും. അശുദ്ധൻ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയും വേണം. അടുത്ത വാക്യം. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം. അവൻ അശുദ്ധൻ തന്നെ. അവൻ തനിച്ചു പാർക്കണം. അവന്റെ പാർപ്പ് പാളയത്തിന് പുറത്തായിരിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. മനസ്സിലായോ? അങ്ങോട്ട് പോയത് ആരാവാരത്തിന്റെ സ്തുതി ഏറ്റെടുത്തോണ്ട. പക്ഷേ സ്റ്റേജിൽ നിറങ്ങിയത് നെറ്റിക്ക് കുഷ്ഠമുള്ളവനായിട്ടാണ്. കുഷ്ഠൻ രാജാവിനായാലും ദാസനായാലും പാർപ്പ് പാളയത്തിന് പുറത്താണ്. അംഗീകാരം ഒരു നിമിഷം കൊണ്ട് പോയി പാർപ്പ് പാളയത്തിന് പുറത്തായി. സ്നേഹിത, നീ പാപം ചെയ്താൽ ചെയ്യുന്നത് വരെ ഉള്ളൂ നിന്റെ അംഗീകാരം. പാപം ചെയ്താൽ നിന്റെ അംഗീകാരം നഷ്ടപ്പെടുകയാ. നീ ഇവിടെ ചിലപ്പോൾ നിന്നേക്കാം, പക്ഷെ സ്വർഗ്ഗം നിന്നെ തള്ളും. സ്തോത്രം. ഇന്ന് രാത്രി സ്വർഗ്ഗം നിന്നെ തള്ളുന്നതിന് മുമ്പേ യഥാസ്ഥാനപ്പെട്ട് ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാൽ നിനക്കൊരു അനുഗ്രഹമുണ്ട്. സന്തോഷം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ദൈവ സന്നിധിയിൽ ഇവൻ തള്ളപ്പെട്ടു. അപ്പൊ ഇവൻ പരിപാടി വസ്ത്രം കീറി, രാജവസ്ത്രം കീറി, മുഖം മറയ്ക്കാതെ, തല മൂടാതെ, അതിനെ കൈകൊണ്ട് മറച്ചിട്ട് ഇവൻ വിളിച്ചു പറയണം, ഞാൻ അശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. രാജാവേ ജയ ജയ എന്ന് വിളിച്ചോൻ അശുദ്ധൻ എന്ന് പറയാൻ തുടങ്ങി. ഇവൻ രാജാവാണ് പറയാൻ 2 പേരെ കൊട്ടാരത്തിനകത്താക്കി. ഇവൻ കിടക്കുന്ന മുറിക്കകത്ത് 24 മണിക്കൂർ കേൾക്കുന്ന ഒറ്റ വാക്ക് എല്ലാരും പറഞ്ഞ് കേട്ടില്ല. അശുദ്ധൻ. സ്വതന്ത്രം. പുള്ളി അശുദ്ധനാണ്. 3 വലിയ ഇഷ്ടം. അതുകൊണ്ട് പുള്ളി അടുത്ത മുറി കൊണ്ട് യെശയ്യാവിനെ താമസിപ്പിച്ചു. പ്രവചനം കേൾക്കുന്ന ഭയങ്കര ഇഷ്ടം. സ്തോത്രം. പ്രവാചകൻ ആവേശം കയറുമ്പോൾ പുള്ളിക്ക് പരവേശം കയറും. അതുകൊണ്ട് പുള്ളി അടുത്ത മുറി കൊണ്ട് യെശയ്യാവിനെ താമസിപ്പിച്ചു. യെശയ്യാവ് അടുത്ത മുറി ഇരുന്നുകൊണ്ട് നേരം വെളുത്ത് എണ്ണീക്കുമ്പോ കേൾക്കുന്നത് എന്തുവാ? അശുദ്ധൻ. ഉറങ്ങുമ്പോ കേട്ടോണ്ട് ഉറങ്ങുന്നത് എന്തുവാ? അശുദ്ധൻ. അവിടെ പുള്ളി ദൂത് പറയുന്നതെല്ലാം ഇത് ചേർത്തുകൊണ്ടാണ്. സ്തോത്രം. പ്രാർത്ഥിച്ചോണ്ടിരിക്കണേ. ഈ അശുദ്ധി കേട്ട് അടുത്ത മുറി പുള്ളി ദൂത് പറയും, നിനക്കയ്യോ കഷ്ടം.
കാള നിന്നേക്കാൾ എത്ര ഭേദമോ, കഴുത നിന്നേക്കാൾ എത്ര നല്ലതാ. അതുകൊണ്ട് ഞാൻ നിന്നുള്ള പ്രസംഗം നിർത്തി. ആകാശമേ കേക്ക്, ഭൂമിയെ. ഹലോ, മനസ്സിലായില്ലേ? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ച. തമ്പുരാൻ മനസ്സിലായി. ഇങ്ങനെ 6-ാം അധ്യായമാണ്. 7-ാം അധ്യായത്തിൽ എനിക്കൊരു പുതിയ ദൂത് പറയണം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. അത് ഇവനെ കൊണ്ട് വേണം പറയിപ്പിക്കാൻ. പക്ഷെ ഇവൻ ഈ പോക്കി പോയാൽ അവക്കയ്യോ കഷ്ടമെന്ന് പറയും. ആർക്കാ? മറിയയ്ക്ക്. മനസ്സിലായില്ല? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പുള്ളിയുടെ അടുത്ത റൂമിൽ കിടക്കുന്ന ഈ ശബ്ദം നിർത്തിച്ചു. ഉസിയാവും മരിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. സ്തോത്രം. ചിലതൊക്കെ നിന്റെ മുമ്പിൽ നിന്ന് മാറ്റുന്നത് നിന്നെ ഉപയോഗിക്കാനാ. ഇതുവരെ ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു ശുശ്രൂഷ നിന്നെ കൊണ്ട് ചെയ്യിക്കാനാ. നിന്റെ ആശ്രയങ്ങളെ പെട്ടെന്ന് തട്ടി മാറ്റുന്നത്. നീ ഭാരപ്പെടണ്ട, തല ഉയർത്തി നോക്കിയാൽ മതി. ഹല്ലേലൂയ. അന്ന് വരെ അപ്പുറത്തെ മുറി നോക്കിയവൻ അന്ന് തല ഉയർത്തി. അന്ന് അവന് ദർശനം കണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നീ ഏത് മുറിക്കകത്ത് പ്രാർത്ഥിച്ചു, ഒരു ഉയർത്തി നോക്കിയാൽ ഇന്ന് രാത്രി നിന്റെ മീതെ സ്വർഗം തുറക്കുന്ന രാത്രി വിശ്വസിക്കുന്നവർ കരമടിച്ചു നന്നായി ദൈവത്തെ സ്തുതിക്കട്ടെ. ഈ ദൈവത്തിന്റെ പൈതലേ, നിന്റെ മേലൊരു അഭിഷേകം പകരുകയാണ്. നമ്മുടെ മിരിയാം എന്ന് പറയുന്ന അമ്മച്ചി നമ്മുടെ സ്റ്റാൻലി പാസ്റ്ററേക്കാളിലൊക്കെ ഭയങ്കര വർഷിപ്പിട്ടുണ്ട്. സ്തോത്രം. സ്റ്റാൻലി പാസ്റ്റർക്ക് മിന്നൽ ഒരു ഓർഗൻ, പുറകിലൊരു ഓർഗൻ. സ്തോത്രം. പിന്നെ 2 ഗിത്താർ, ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിലേ ആരാധന സംഗതി നന്നായിട്ട് പോകത്തുള്ളൂ. പിന്നെ മൈക്ക് ഇടയ്ക്ക് നിന്ന് പോയ പരിപാടി ചെയ്യും. പക്ഷെ മൈക്കില്ലാതെ, ഓർഗൻ ഇല്ലാതെ, റിതംപാടില്ലാതെ പഴയ ഒരു തപ്പ് കൊണ്ട് 30 ലക്ഷം പേരെ 72 മണിക്കൂർ നിർത്തി തുള്ളിച്ച അമ്മാമയാണ്. അതിനോടിരിക്കണേ. പഴയ ഒരു തപ്പ് കൊണ്ട് 72 മണിക്കൂർ 30 ലക്ഷം പേരെ നിർത്തി ആരാധിപ്പിച്ചു. സ്തോത്രം. മനസ്സിലാകുന്നുണ്ട്? അമ്മാമ ഉണ്ടെങ്കിൽ ആരാധനയ്ക്ക് ഓർഗം വേണം. കാരണം അമ്മാമ്മയുടെ കയ്യിലാണ് ആരാധനയുടെ സ്പ്രിംഗിൽ. പക്ഷെ വീട്ടിൽ ചെന്ന ഭയങ്കര നാത്തും പോലെ. കൈപൊക്കൊന്നും വേണ്ട, നാത്തുള്ള. സ്തോത്രം. അമ്മാമ്മ ഹോളിൽ ഭയങ്കര ആരാധനയാ, വീട്ടിൽ ഭയങ്കര നാത്തും പോലെ. ഇപ്പോഴത്തെ ആഗ്രഹം മോശ ചത്താലും വേണ്ടല്ലോ, അവിടെ കണ്ണുതിരി കാണണമെന്ന്. ഈ മോശയ്ക്ക് മിരിയാമിനോട് ഭയങ്കര സ്നേഹം. കാരണം അമ്മയുടെ സ്ഥാനത്ത് വെച്ചേക്ക പുള്ളിക്കാരത്തി. കാരണം അപ്പനും അമ്മയും കൈവിട്ടുകൊണ്ട് ആദ്യം തട്ടിയപ്പോൾ രക്ഷിച്ചത് ഈ പുള്ളിക്കാരത്തി. അതുകൊണ്ട് ഒരു അമ്മയെ കാട്ടി ബഹുമാനവും സ്നേഹവും. അപ്പൊ ഈ മിരിയാം എന്തൊക്കെ പോര് കാണിച്ചാലും മോശമുണ്ട്. സ്തോത്രം. പക്ഷെ ഈ പോക്ക് പോയാൽ മിരിയാമിന്റെ മോശയുടെ ഭാര്യയുടെ കാര്യം ഗതികേടാകുന്ന സ്വർഗം കണ്ടു. ചില വിഷയത്തിലൊക്കെ ചിലപ്പോൾ ഭർത്താക്കന്മാർക്ക് ഇടപെടാൻ വയ്യെങ്കിലും സ്വർഗം അങ്ങ് ഇടപെടുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ മിരിയാമെന്നുള്ള പെങ്ങളുടെ സ്ഥാനത്ത് മോശയുടെ ബഹുമാനം ദൈവത്തിന് അറിയാവുന്ന കൊണ്ട് മോശ ഈ വിഷയവുമായിട്ട് ഇടപെടത്തില്ലെന്ന് കണ്ടപ്പോൾ ദൈവം അങ്ങ് ഇടപെടും. സ്തോത്രം. പ്രശ്നം നിറത്തിന്റെ പേരില്ല. നാത്തും കറുത്തുപോയി, അതാ പ്രശ്നം. കൂശിയാസ്ത്രീയ കറുത്ത നിറണം, മിരിയാം വെളുത്തതുമാണ്. അപ്പൊ 4 പേരുടെ പിന്നെ വെച്ച് എന്റെ നാത്തൂനാന്ന് പറയാനൊരു മടി. ബ്യൂട്ടി പാർലറിലൊക്കെ പോയാലും 1/2 മണിക്കൂർ അതിന്റെ ഇടപാട് തീരുമാനം. പിന്നെയും വേറെ ഷേപ്പല്ലേ. പിന്നെ ഒറിജിനൽ വെളിപ്പെടും. അതുകൊണ്ട് പ്രശ്നം നിറമാണ്. ഇപ്പൊ തമ്പുരാൻ നിറമൊന്ന് വെളുപ്പിച്ചു. ലോകത്തിൽ ആർക്കും ഇല്ലാത്തൊരു വെളുപ്പ് മിരിയാമിനുണ്ടായി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. നിറമാന്നിന്റെ വിഷയമെങ്കിൽ ആ നിലയിലായിരിക്കും കൈകാര്യം. മനസ്സിലായില്ല? ക്രൈസ്തലോ. നാത്തൂന്റെ നിറമല്ല വിഷയം. അതുകൊണ്ട് തമ്പുരാൻ ചാവിള്ള പോലെ വെളുപ്പിച്ചവൻ, ഹിമം പോലെ വെളുപ്പിച്ചതാ, ഹിമം പോലെ. സ്തോത്രം. എടാ വിഷയമുണ്ടായപ്പോ തമ്പുരാനേക്ക് ഇവിടെ നിറമങ്ങ് മാറ്റിയ പോലെ മോശയുടെ ഭാര്യയുടെ. പക്ഷെ നിറം മാറ്റിയത് അവിടെയല്ല. അവിടെ നിറം പിന്നെയും കറുത്തതാ.
പക്ഷെ ആരാണോ നിറത്തിന്റെ പേര് പ്രശ്നമുണ്ടായത്, മിരിയാമിന്റെ നിറം. പ്രാർത്ഥിക്കണേ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൽ പുറമെ ആരാധനയും അകത്ത് പോരുമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എന്റെ ദൈവത്തിനറിയാം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇന്ന് രാത്രി ആ വിഷയങ്ങൾക്കെല്ലാം ഒരു വിടുതല. പ്രൈസ് ദി ലോർഡ്. 30 ലക്ഷം പേരുടെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന വർഷിപ്പ് ലീഡറിനെ പാളയത്തിന് പുറത്ത് അടച്ചിട്ടു. സ്തോത്രം. രംഗത്തു നിന്നെ മാറ്റാൻ 1 സെക്കൻഡ് മതി. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്നേഹിത സഹോദരി, പാപം നീ ചെയ്യുന്നത് ആരും കണ്ടില്ല എന്ന് വന്നേക്കാം. പക്ഷെ കാണുന്ന ഒരുത്തൻ ഒരു സുപ്രഭാതത്തിൽ നിന്നെ ഒറ്റപ്പെടുത്താതിരിക്കാൻ ഇന്ന് രാത്രി പാപത്തിന്റെ എല്ലാ മായ മോഹങ്ങളെ വിട്ട് നീ മടങ്ങി വരുമ്പോൾ ദൈവാത്മാവ് ജനത്തോട് ആലോചന പറയുക. ഏറ്റെടുക്കുന്നവർ മാത്രമേ രാത്രി ഒരു നിമിഷം കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഒരുത്തൻ ആരാധനയിൽ നേതാവാകാൻ കയറി കുറ്റം ബാധിച്ചു. ഒരുത്തിന് ആർക്കും പോലും കാണിച്ച് കുറ്റം ബാധിച്ചു. വേറൊരു പുള്ളിക്കാരനെ പെട്ടെന്ന് പണക്കാരനാകാൻ നോക്കി. നയമാന്റെ കുറ്റം കയറി പുള്ളിക്ക് വിളിച്ചു. ഹലോ, സ്തോത്രം. എടാ, ശുശ്രൂഷയ്ക്ക് വിളിച്ച നീ നയമാന്റെ രഥത്തിന്റെ പുറകെ പോകണ്ട. 2 കൂട്ടം ഡ്രസ്സിനും. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്റെ പാസ്റ്ററെ, ഈ നയമാന്റെ പുസ്തകം കേകസിക്ക് വരട്ടെ, എനിക്ക് എന്തുവാ. പക്ഷേ അവന്റെ തലമുറ ഇനി അവന്റെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പിള്ളേരുണ്ടായ കുറ്റമായിട്ട് ജനിക്കും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? നീ ഏൽപ്പിക്കപ്പെടാത്തതിന്റെ പുറകെ ലോകത്തിന്റെ മായത്തിൽ കലങ്ങി നീ അനുഗമിച്ചാൽ, സ്തോത്രം. ഇവൻ വന്ന് ചില തട്ടിപ്പൊക്കെ പറഞ്ഞു നോക്കി. കണ്ടില്ലല്ലോ, കൺവെൻഷൻ വന്നില്ലല്ലോ എന്നൊക്കെ. ഞാൻ ഉണ്ടായിരുന്നു, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ഞാനല്ല നിയന്ത്രിച്ച് എന്നൊക്കെ പറഞ്ഞൊക്കെ പുള്ളി നിന്നെങ്കിലും, എടാ ഇതൊക്കെ പിച്ചിച്ചെറിയാൻ പാസ്റ്റർ എടുക്കലും ഡൊമിനിക്കിനെടുക്ക് നടക്കും. പക്ഷേ നല്ല ഏലിശ എടുക്ക് നടക്കുന്നില്ല കളിയെ. ഹല്ലേലൂയ. ഏലിശയുടെ കണ്ണ് ഭയങ്കരമല്ലേ. ഒരു ദൈവത്തെ സ്തുതിക്കുക. ഏലിശ പറഞ്ഞ കുഞ്ഞെ, നിന്റെ ഈ തട്ടിപ്പൊന്നും ഈ സഭയ്ക്കകത്ത് ചെലവാകത്തില്ല. ഇത് രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയായതുകൊണ്ട് നീ അതിന്റെ പിന്നാലെ പോയപ്പോൾ എന്റെ കണ്ണ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനകത്ത് ദൈവത്തിന്റെ പൈതലെ, ഏത് വ്യാജത്തിലാണോ നിൽക്കുന്നത് അതേ തൂക്കത്തിൽ മറുപടി നൽകുവാൻ, ന്യായം വിധിക്കുവാൻ ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞ് നീ ഇന്ന് രാത്രി യഥാസ്ഥാനപ്പെടുവാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. അപ്പൊ പാപം നമ്മളെ എന്ത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഒറ്റപ്പെടുത്തും. 2, പിന്മാറ്റം നമ്മളെ ഒറ്റപ്പെടുത്തും. ബാക്കിയെല്ലാം വായിക്കാൻ സമയമില്ലെങ്കിൽ ലൂത്തിന്റെ പുസ്തകം ഒന്ന് വായിച്ചു. 1-ാം അധ്യായം 5-ാം വാക്യം വേഗത്തിൽ വായിച്ചാണ്. പിന്നെ മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. പിന്നെ മഹ്ലോനും കില്യോനും ഇരുവരും മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. ഒരു സ്തോത്രം പറഞ്ഞു. സ്തോത്രം. പിന്മാറ്റം പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. സ്തോത്രം. മുന്നേറ്റമില്ലെങ്കിൽ ഓർത്തോ പിന്മാറ്റമാണ്. സ്തോത്രം. ആത്മഹത്യ ഇറങ്ങിയിട്ട് 30 വർഷമായിട്ട് ഇന്നും നീ ഇവിടെ ഇരിക്കുന്നെങ്കിൽ നീ മുന്നേറ്റമൊന്നുമല്ല. നാട്ടിലൊരു ചെറിയ ക്ഷാമം ഉണ്ടായപ്പോൾ നമ്മള് AG വിട്ട് IPC പോകുന്ന പോലെ, IPC വിട്ട് ചർച്ചകോടി പോകുന്ന പോലെ, നമ്മുടെ മിരിയാമും നവോമി ഭർത്താവും പിള്ളേരും കൂടെ വിദേശത്തുള്ള ആങ്ങളേക്ക് വിളിച്ചു പറഞ്ഞു, ഇവിടെ ക്ഷാമമാണ്, ഒരു സ്പോൺസർ ലെറ്റർ അയച്ചു തരാം. മനസ്സിലാകാൻ വേണ്ടിയാണ് അവിടെ വാക്യം കാണിക്കാൻ പറഞ്ഞ വിഷയം ഉണ്ടാക്കിയത്. അവർ സ്പോൺസർ അയച്ചു. ഫാമിലി വിസ. സ്തോത്രം. യാത്രയിൽ യോഗം വെച്ചു. ഇവരെല്ലാം വിഷമിച്ചിരിക്കുമ്പോൾ ഇവർ പോയി മോവ എന്ന സ്ഥലത്ത് ചെന്ന് ലാൻഡ് ചെയ്തു. ഞാനും സ്റ്റാൻലി പാസ്റ്റർ കേരളത്തിൽ നിന്ന് കയറി വരുമായിരുന്നു കേട്ടോ. ടിക്കറ്റ് ഇവരെ അയച്ചു തന്നത് കയറി വരുമായിരുന്നു. പക്ഷേ നവോമി ഇറങ്ങിപ്പോയെന്ന് എഴുതിയേക്കുന്നത്. സ്വന്തം പറഞ്ഞു. ഹല്ലേലൂയ.
കനാനിൽ നിന്ന് മോവാബിലോട്ട് കയറി പോകല്ലായിരുന്നു, കനാനിൽ നിന്ന് മോവാബിലോട്ട് ഇറങ്ങി പോകാൻ. പിന്മാറ്റം കയറിപ്പോക്കല്ല, പിന്മാറ്റം ഇറങ്ങിപ്പോക്ക. ഒരു സ്വത്രം പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയാൻ ഇതിൽ സമയമുണ്ട്, അതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്നു, വലിയ കുഴപ്പമില്ല, വീട് വാടക കിട്ടുമല്ലോ, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നതുകൊണ്ട് ചെന്നപ്പോഴേ വീട്. സ്തോത്രം. അത് പിള്ളേർക്ക് തന്നെ താമസിക്കാവുന്ന, അപ്പനും അമ്മയ്ക്കും താമസിക്കാവുന്ന വലിയ വീട്. കാർ ലോൺ കിട്ടും, അച്ഛനും അമ്മാമ്മയ്ക്കും പിള്ളേർക്കും കാർ. അമ്മാമ്മ ഡ്രൈവിങ് പഠിച്ചു. സ്തോത്രം. കാരണം അച്ഛനെ ആശ്രയിക്കാനൊക്കെ അച്ഛന് വലിയ ഇംഗ്ലീഷ് എന്ന് പറയത്തില്ല, മംഗ്ലീഷ് ആണെങ്കിലും പുള്ളിക്കാരന് ചെടിയുടെ മണ്ട വെട്ടുന്ന ജോലി കിട്ടി. കത്രിക വേണ്ട, മണ്ണിയുടെ മണ്ട കയറി ഡ്രൈവിങ് ചെയ്താൽ മതി, അടി കൂടെ കാട് വെട്ടിപ്പോഴും. സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. സ്തോത്രം. ഇതേ കയറി കറക്കിയിരുന്നാലും ഡോളറാണ് വൈകിട്ട്. ഇവിടെ MBBS പഠിച്ചോന് ജോലി ഇല്ലാതെ ഇവിടെ വന്ന് കിടന്ന് കറങ്ങുമ്പോൾ മറ്റേ പുള്ളി ഒന്നും പഠിച്ചില്ലെങ്കിലും ഈ വണ്ടിയെ കയറി കോച്ച് കാശ. സ്തോത്രം. അമ്മാമ്മയ്ക്കും അത്യാവശ്യം ജോലി കിട്ടി. പിള്ളേർ കണ്ടത് മോവാബി കമ്പനി തന്നെ ജോലി. സ്തോത്രം. മൂത്തവനെ റിസപ്ഷനായിട്ടിരുന്ന കൊച്ചിനെ എല്ലാ ദിവസവും കണ്ട് ഒപ്പിട്ട് നോക്കിയൊക്കെ കല്യാണം ഉണ്ടായി. അപ്പൊ വിഷയം വന്ന ഉടനെ അമ്മാമ്മ പറഞ്ഞു, ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ എല്ലാവരും കൂടെ നാട്ടിലോട്ട് ചെന്ന് ഈ 5 പേർ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ ചെന്ന് കല്യാണം നടത്തി പറഞ്ഞാൽ 1 or 2 രൂപയ്ക്ക് നടക്കുന്ന കാര്യമാണ്. സ്വതന്ത്രം. അവർക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതി, അപർണമിടല്, എണിയില്ല പിണ കൂടല് എന്നൊക്കെ ചുമ്മാ ഉപദേശിച്ച് പറഞ്ഞാൽ മതി, നമുക്കല്ല നമ്മുടെ കാര്യം അറിയിക്കാം. സ്തോത്രം. കർത്താവ് ഇതൊക്കെ ക്ഷമിക്കുമെന്നേ. ഹലോ. സ്തോത്രം. പ്രമാണത്തെ നമ്മുടെ ലെവലിലോട്ട് കൊണ്ടുവരുന്നതാണല്ലോ കൃപയെന്ന് പറയാൻ. സ്തോത്രം. നമ്മൾ പ്രമാണത്തിലോട്ട് കയറുന്നതല്ല, പ്രമാണം എങ്ങനെയും നമ്മുടെ ലെവലിൽ കൊണ്ടുവരുന്നതാണ്. അതുകൊണ്ട് അമ്മാമ്മ പറഞ്ഞു, വെച്ചാൽ ഒന്നും സാരമില്ല, പാസ്റ്ററോടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. പാസ്റ്ററെ രാത്രി വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ ഇവിടെ വന്ന കർത്താവ് ഞങ്ങളെ മാനിച്ചു, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാ. സ്തോത്രം. ഒരു വീട് കിട്ടി, അച്ഛന് ചെറിയ ജോലി കിട്ടി, എനിക്കും അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ഉള്ള ജോലിയുണ്ട്. പിന്നെ പിള്ളേർ 2 പേരും കുഴപ്പമില്ല. ചെറുക്കൻ ഒരു കൊച്ചിനെയൊക്കെ കണ്ടു. അങ്ങനെ അവൻ അങ്ങോട്ടും നോക്കി, അവിടെ ഇങ്ങോട്ടും നോക്കി. പിന്നെ ഒരു SMS ആയി. പിന്നെ ഇപ്പൊ ട്വിറ്ററൊക്കെ ഉണ്ടല്ലോ, അർത്ഥിച്ചുകൊണ്ടിരിക്കണേ. സ്തോത്രം. വൈഫൈ ഒക്കെ ആയി, എല്ലാം കൂടെ ആയി, സംഗതി വൈഫാകാൻ പോവാണ്. അതുകൊണ്ട് ഒന്ന് സമ്മതിക്കണമെന്ന് പറഞ്ഞ് സന്തോഷമായി. അങ്ങനെ സമ്മതിച്ച് കല്യാണം നടന്നു. ഇവിടെ കല്യാണം ഒരു ചെറിയ റിസപ്ഷൻ അവിടെ വെച്ചേക്കാൻ പറഞ്ഞു. സ്തോത്രം. പാസ് ഇവരുടെ കെയറോപ്പില് ഒരു ചെറിയ ടീ പാർട്ടിയൊക്കെ വെച്ച് അവിടെ കുഴപ്പമില്ല, അത് കാര്യങ്ങൾ പോയി പണക്കാനൊക്കെ ഇവരൊക്കെ ഉണ്ടെങ്കിലല്ല നമ്മുടെ അവിടെ ഹോളുമണി നടക്കത്തുള്ളൂ. അതിനോണ്ടിരിക്കണേ. ചിരിക്കാൻ പറയാമല്ല, ചിന്തിക്കാൻ പറയാണ്. സ്തോത്രം. ഈ ഞങ്ങളുടെ നാട്ടിൽ വെച്ചുചെറിയൊക്കെ ആദ്യമൊക്കെ പഠിച്ചിട്ടുണ്ട്, കൊമ്പൻ പോകുന്നത് മോഴയ്ക്ക് വഴി. ഇവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. എന്തായാലും ചേട്ടൻ പോയ പാത അനിയനും തെരഞ്ഞെടുത്തു. അങ്ങനെ 2 വിദേശ മരുമക്കൾ വീട്ടിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ വീട്ടിൽ മൊത്തം ഇംഗ്ലീഷാണ് കാര്യങ്ങളൊക്കെ, ഒന്നും കുഴപ്പമില്ല. എല്ലാവരും മോബാബി ഭാഷയെ ഇപ്പൊ സംസാരിക്കുന്നത്. ആരാധന പോലും ഒരു മോബാബി മോഡലിലായിട്ട് കയ്യടി ഒന്നും എല്ലാം വീശി നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിന്നെ ആരാധിപ്പിക്കുന്നതോടെ തൊണ്ട പോകുന്നല്ലാതെ ദൈവത്തിന് സ്തോത്രം. കാര്യങ്ങളെല്ലാം നന്നായിട്ടാണെന്ന് തോന്നി കേട്ടോ. സ്തോത്രം. അപ്പൊ അവിടെ രാത്രിയാകുമ്പോൾ ഇവിടെ പകലാണല്ലോ. അതുകൊണ്ട് മിക്ക ദിവസവും പാസ്റ്റർക്ക് രാത്രിയിലാണ് ഫോൺ വരുന്നത്. സ്തോത്രം. അച്ഛൻ്റെ ജോലിക്കാരും വീട് മേടിച്ചതും ചെറുക്കൻ്റെ കല്യാണക്കാരും ഒക്കെ രാത്രിയിലാണ് വിളിച്ചു പറഞ്ഞു. ഒരു രാത്രി, നമ്മുടെ നാട്ടിലെ രാത്രി, അവിടുത്തെ പകല് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ അച്ചായം പോയെന്ന് പറഞ്ഞു. പാവം പാസ്റ്റർ ചോദിച്ചു, മോബാബിൽ നിന്നും പോയോന്ന്. പുള്ളി ശുദ്ധഗതിക്കാരനല്ലേ, അതുകൊണ്ട് ഈ റിസപ്ഷനൊക്കെ പുള്ളി വെച്ചേ. സ്തോത്രം. എന്നിട്ട് കരഞ്ഞെന്ന് പറഞ്ഞു, അല്ലെന്ന് ആള് പോയെന്ന് പറഞ്ഞു. അച്ചായം പോയ കാര്യം അവിടെയുള്ള മോവാബി ബന്ധുക്കാരെ അറിയിക്കാൻ പിള്ളേർ രാത്രി പോയ മഞ്ഞുള്ള ദിവസമായിരുന്നു. സ്നോ പെയ്ത് കിടക്കുമായിരുന്നു. ആക്സിഡന്റ് 2ഉം പോയി. അർത്ഥിച്ചോണ്ടിരിക്കണം. അങ്ങനെ എഴുതിയേക്കുന്നത് മകളോനും കില്യോനും മരിച്ചു, ഭർത്താവും കഴിഞ്ഞെന്ന്. ഹലോ. പിന്മാറ്റ തുടക്കത്തിൽ നല്ലതാണൊക്കെ തോന്നിയേക്കാം, പക്ഷേ ഒടുക്കത്തിൽ വലിയ കത്താണ്. തുടക്കം നോക്കി നീ ഗ്ലോറി പറഞ്ഞിരിക്കരുത്, ഒടുക്കം ആത്മാവിൽ കണ്ടച്ച് സുഖിച്ചോണം.
ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആഴമായി ആരെയൊക്കെ തൊട്ടിടപെടുകയാണ്. ഹല്ലേലൂയ. സുഖിപ്പിച്ച് പ്രസംഗിക്കാൻ എനിക്കറിയാം, പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു ഈ രാത്രി മാനസാന്തരം ഉണ്ടാകണം. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് ദൈവത്തെ ആരാധിക്കുവാൻ സഭയോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ആഴമായി സ്നേഹിത, നീ പിന്മാറ്റമാണെങ്കിൽ ഇന്ന് രാത്രി യഥാസ്ഥാനപ്പെട്ട് കൃപയിലേക്ക് മടങ്ങി വരുവാൻ. ഓ ജീസസ്, ഹല്ലേലൂയ. 3, രോഗം നിന്നെ ഒറ്റപ്പെടുത്തും. അത് പറയാൻ വന്നപ്പോ ഇത്രയും ഞാൻ പറഞ്ഞു പോയതാണ്. ഒന്ന് വായിച്ചേരെ. സങ്കീർത്തന പുസ്തകം 102-3 മുതലുള്ള വാക്യം വേഗം ഒന്ന് വായിച്ചു. വേഗം വായിക്കണം. എന്റെ നാളുകൾ പുക പോലെ കഴിഞ്ഞു പോകും, എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ വെന്തിരിക്കുന്നു, എന്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു. ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകും. എന്റെ ഞരക്കത്തിന്റെ ഒച്ച നിമിത്തം എന്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയും ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെയും ഞാൻ ഉറക്കിളച്ചിരിക്കുന്നു. വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെ ഒരു രോഗിയുടെ സങ്കീർത്തനാണ്. സ്തോത്രം. ഞാന് വളരെ വേണ്ടപ്പെട്ട ഒരു രോഗിയെ പുഷ്പഗിരി കാണാനായിട്ട് പോയി. എനിക്ക് പുഷ്പഗിരി ചെന്ന പുള്ളിയെ കണ്ടിട്ട് വളരെ ദൂരെ പോയി അന്ന് രാത്രി കൺവെൻഷനെ പ്രസംഗിക്കാൻ. എങ്കിലും വളരെ അത്യാവശ്യമായി അദ്ദേഹത്തെ കണ്ടത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിടാം. ഹോസ്പിറ്റലിൽ ചെന്നു. ഞാൻ ഒരു പാസ്റ്റർ എന്നുള്ള നിലയിൽ വലിയ ആൾക്കൂട്ടം നിൽക്കുകയാണ് ഇവരുടെ ആ തുറക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി. ഞാൻ പാസ്സൊക്കെ എടുത്ത് അകത്ത് ചെന്നു. അപ്പൊ ഈ ഐസുവിന്റെ വാതിൽക്കൽ ഒത്തിരി പേര് അവരുടെ അകത്ത് കിടക്കുന്ന പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടിയുണ്ട്. എങ്കിലും ഞാൻ കഥകിന് മുട്ടി സൂട്ടൊക്കെ ഇട്ട് ഞാൻ ചെന്ന. അപ്പൊ എന്നെ കാണുമ്പോൾ അകത്തേക്ക് നേഴ്സ് പോയിട്ട് പാസ്റ്ററാണ് അറിഞ്ഞിട്ട് കയറി പ്രാർത്ഥിച്ചോളാൻ പറയും എന്ന ചിന്തയിൽ ഞാൻ വാതിലിന് മുട്ടി. ആ കൊച്ച വാതിൽ ശകലം ഒന്ന് നീക്കി 1 ഇഞ്ച് നീക്കിയിട്ട് എന്നോട് 4:40 കഥ അടച്ചു. 4:40 തൊട്ടേ കാണിക്കത്തുള്ളൂ. അത് മുഴുവൻ പറഞ്ഞില്ല. 4:40 പറഞ്ഞ കഥ അടച്ചു. അപ്പൊ ഞാൻ അവന്റെ സൂട്ടിച്ചത് അകത്ത് ചെയ്യുന്ന കൊച്ചു എന്നെക്കാട്ട് സൂട്ടോട് തൊപ്പിക്കൊടുക്കും. പിന്നെ എന്റെ സൂട്ട് കണ്ട് തുറക്കത്തില്ല. ഞാൻ അവിടെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. എനിക്ക് യോഗത്തിന് പോകണം, സമയം പൊക്കൊണ്ടിരിക്കും. 3 ഗ്രൂപ്പ് കയറി വരുക. എല്ലാവരുടെയും കൈ പെട്ടി പ്രമാണമല്ലോ. മോനും ഭാര്യയും അയർലൻഡിൽ, മോളും ഭർത്താവും ഓസ്ട്രേലിയ. സ്തോത്രം. ഇളയ മോനും ഭാര്യയും അമേരിക്കൻ. 3 പേരെ അറേഞ്ച് ചെയ്ത് വന്നിട്ട് കൊച്ചിയിൽ ഒന്നിച്ച് വരിക. അത് തിരക്കിയപ്പോൾ അത് 2 മക്കൾ ഡോക്ടർമാര്, 2 മരുമക്കൾ ഡോക്ടർമാര്. സ്തോത്രം. അപ്പച്ചനെ കാണാൻ വേണ്ടി വന്നേക്കും. അപ്പൊ ഞാൻ പറഞ്ഞു മോനൊന്ന് കഥയെ മുട്ടി നോക്കി, ചിലപ്പം മോനായതുകൊണ്ട് അത് തുറന്നേക്കും. ഇവൻ തുറന്നപ്പോഴും ഈ കൊച്ചു ഇതുപോലെ നകറ്റിയിട്ട് 4:40 പറഞ്ഞ് കഥ കടന്നു. എങ്കിലും ഇവരൂടെ വന്നല്ലേ എനിക്ക് പോകാൻ വയ്യാതായി. എന്തുവരെ ഞാൻ വളരെ പ്രതീക്ഷയോടെ നിന്നപ്പോൾ 4:40 ആയപ്പോൾ ഈ ഭിത്തിയുടെ അവിടെ ഒരു വേദപുസ്തകത്തിന്റെ അളവിൽ ഒരു കട്ടൻ മാറി. അവിടെ ചില്ല. ഈ കൊച്ചു പറയാം അതിലൂടെ കണ്ടോളാം. ഇതിലൂടെ കാണാനാണെങ്കിൽ നേരത്തെ കാണിച്ചെന്നെ എടുത്തിട്ട് ഞാൻ അകത്ത് കയറി കൈവച്ചു പ്രാർത്ഥിച്ച് ലോകാത്മാവിനെ ശാസിക്കാനൊക്കെ ഇങ്ങനെ തയ്യാറായി കൈമാറ്റി നിൽക്കുകയാണ്. എന്നോട് പറഞ്ഞോട് ഞാൻ അങ്ങോട്ട് ചെന്ന് ഈ വന്ന ജനമെല്ലാം കൂടെ എന്റെ പുറത്ത് ഞാൻ അതിനകത്ത് അകപ്പെട്ടു പോയി. ഞാൻ ഇതിനോട് ഒത്തിക്കൂത്തി നോക്കിയപ്പോൾ അപ്പച്ചന്റെ മൂക്ക് തൊട്ട് കാല് വരെ 40 വള്ളിയുണ്ട്. അപ്പുറത്തൊരു പച്ചക്കട്ടൻ, ഇപ്പുറത്തൊരു പച്ചക്കട്ടൻ, അപ്പുറത്ത് നടുക്ക് കിടക്കുക. സ്വന്തം തൊട്ടടുത്ത 2 കട്ടനിടയ്ക്ക് വേറൊരാള് തലയോട്ട് ഫ്രിഡ്ജി വെച്ചിരിക്കുക. ശരിയാവുമ്പോൾ പിടിപ്പിക്കാനായിട്ട് ഉള്ള സംഭവം പറയാൻ. അതിനടുത്ത 2 പച്ചക്കറിനിടയ്ക്ക് കാല് 40 സ്റ്റീൽ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു 10 എണ്ണം കിടക്കുക. ഇവരുടെ എല്ലാ ആൾക്കാരും വെളിയിലുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് നേഴ്സ് നോക്കുവാന്ന്. പുള്ളിക്കാരത്തി UK ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരിക്കുക. വിസ റെഡി ആയിട്ടുണ്ടോന്നറിയാം. നമ്മുടെ ധാരണ ഐസുവിനകത്ത് നമ്മുടെ അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുക എന്നാണ്. ഉത്തരം പറഞ്ഞില്ല. അന്ന് ഈ വാക്യത്തിന്റെ കാര്യം എനിക്ക് മനസ്സിലായത്, മക്കളും 3 മരുമക്കളും 3 ഡോക്ടറാണേലും സോക്കേട് നിന്നെ ഒറ്റപ്പെടുത്തുമെന്ന്. ഹലോ പ്രൈസലോ സ്നേഹിത, ഇന്ന് രാത്രി പാപം നിന്നെ ഒറ്റപ്പെടുത്തും, പിന്മാറ്റം നിന്നെ ഒറ്റപ്പെടുത്തും, രോഗം നിന്നെ ഒറ്റപ്പെടുത്തും.
പ്രതീക്ഷിച്ച പലരും വെളിയിൽ നിൽക്കും, അകത്ത് കയറാൻ നിയമം അനുവദിക്കത്തില്ല. അങ്ങനെ നിയമത്തിന്റെ പേരിൽ പുറത്തു കിടക്കുന്ന ഒരുത്തൻ, സ്തോത്രം, സൗഖ്യം പ്രാപിച്ച 4 പേര് വരികയാണ്. അവര് കണ്ടിട്ട് ഇവനെ കട്ടിലോടെ പൊക്കി. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കട്ടിലോടെ പൊക്കി യേശു ഇരിക്കുന്ന വീടിന്റെ മേൽക്കൂര ഇടക്കി ഇവനെ താഴെ കർത്താവിന്റെ അടുക്കിലേക്ക് ഇറക്കി വെച്ചു. സ്തോത്രം. കർത്താവിനെ സൂക്ഷിച്ചു നോക്കിട്ട് പറഞ്ഞു, കുഞ്ഞ്, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി രോഗസൗഖ്യത്തെക്കാൾ പാപം മോചിച്ചു കിട്ടുവാൻ സന്തോഷമുള്ളവർ ഒരു നിമിഷം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ മണ്ഡലത്തിൽ സ്നേഹിത, നിന്റെ പാപത്തെ മോചിച്ചുവാൻ. ഈ ഹോസ്പിറ്റലൊക്കെ നമ്മളോട് സ്നേഹം കാണിച്ച ആളുകൾ വരുവേ. ഈ പുഷ്പഗിരിയിൽ എല്ലാ ദിവസവും രാവിലെ ഒരാൾ വന്നിട്ട് എല്ലാ രോഗികളും കൗപ്പാറിയും ചോദിച്ചു. സ്തോത്രം. അവരെല്ലാം സംസാരിക്കാൻ ഒക്കുന്ന ഒരു ഫൈൻ എന്ന് പറയും, അല്ലാത്തൊരു പറയും കുറവുണ്ടെന്ന് പറയും, ചിലർ മിണ്ടത്തിൽ. പക്ഷെ എല്ലാവർക്കും വലിയ കാര്യം. ഈ പുള്ളി എന്നും രാവിലെ ചോദിച്ചപ്പോൾ ഒരു നേഴ്സ് തിരക്കി ഇതെന്നാ കാര്യം. പുള്ളി എന്നും രാവിലെ വന്ന് എല്ലാ രോഗിയുടെ എടുക്കുന്നത് 100-300 പേരോട് 100-400 പേരോട് സുഖമാണോ എന്ന് ചോദിക്കുന്ന കാര്യം തിരക്കും. പുള്ളി അവിടുത്തെ ശവപ്പെട്ടി കച്ചവടക്കാരനാണ്. ഹലോ, നമ്മളിടയ്ക്ക് വന്ന് രോഗ്യം ചോദിക്കുന്നത് സൗഖ്യമായിട്ട് സന്തോഷിക്കാനൊന്നും അല്ല, പുള്ളിയുടെ സെയിൽ നടക്കുമെന്ന് അറിയാനാ. മനസ്സിലായില്ല? സ്തോത്രം. ഇന്ന് രാത്രി ലോകത്തിന്റെ സ്നേഹമൊക്കെ പലതും തട്ടിപ്പാകുന്നേ. പക്ഷേ യേശു ഇന്ന് രാത്രി നിന്റെ അടുക്ക വന്നാൽ, ഹല്ലേലൂയ, സുഖമാണോ എന്ന് ചോദിച്ചിട്ട് പാൻ വരികയല്ല, അതിന്റെ ബാക്കി ബിസിനസ് നടത്താൻ വരികയല്ല, നിന്നെ പൂർണ്ണമായി വിടുവിക്കാൻ വരികയാ. വിശ്വാസമുള്ളവരെ മാത്രം ഇതിനകത്ത് കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ അടിമുടി മാറ്റാൻ കരുത്തുള്ള യേശുവിന്റെ കരത്തിന്റെ ശക്തി ഇന്ന് രാത്രി മൺകൂടാരത്തിൽ വെളിപ്പെടുമോ? ഞാൻ ഈ ശവപ്പെട്ടിക്കാരോട് യാഥാർത്ഥ്യം പറഞ്ഞതാണ്. ഒരിടത്തൊരു കൊച്ചനെ ഒരു വീട്ടിൽ ചെന്ന് കയറി വെച്ച് ഒരു 5 രൂപയുടെ സ്വർണം പോലുള്ള 5 രൂപ ഇപ്പൊ നാട്ടിലുണ്ട്. സ്വതന്ത്രം അതെടുത്ത് ഈ കൊച്ചനങ്ങ് പിഴിഞ്ഞു. അത് തൊണ്ടയ്ക്ക് പോയി, പ്രശ്നമായി. അവനെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി മെഡിക്കൽ കോളേജിൽ പോയി. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജാണ്. നേഴ്സുമാർ അങ്ങോട്ട് ഓടുന്നു, ഡോക്ടർമാർ ഇങ്ങോട്ട് ഓടുന്നു, വീട്ടുകാർ ഓടുന്നു, ആകെ ബഹളമാണ്. ഇതിനിടയ്ക്ക് ഒരുത്തൻ ഓടി വന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പൊ ഇവൻ ഈ പരവേശം നേഴ്സ് ചോദിച്ചു, കൊച്ചിന്റെ ആരാന്ന് ചോദിച്ചു. അതിൽ എന്റെ കാശ വിഴുങ്ങിയേക്കുന്നുണ്ട്. ഹലോ, എടുത്തെങ്കിൽ അത് കിട്ടാനാ പുള്ളിയുടെ മനസ്സിലായില്ല. പ്രൈസലോ. നമ്മുടെ കാരണം നമ്മുടെ കൊച്ചിന്റെ മരണക്കിടക്ക് കണ്ടുപറ്റി ആവേശം കൊണ്ടാ ഇവ വന്ന് ഓപ്പറേഷൻ കഴിഞ്ഞോ എങ്ങനെയുള്ളതൊക്കെ ചോദിക്കുന്നത്. അവന്റെ വിഷയം, അവന്റെ കാശ കൊച്ചു വിഴുങ്ങി. എടുത്തെങ്കിൽ അത് മേടിച്ചോണ്ട് പോകാനാ. മനസ്സിലായില്ലേ? എന്റെ കൂടെ പറപ്പ് ഇന്ന് രാത്രി ലോകത്തിന്റെ സ്നേഹമൊക്കെ മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അവന്റെ ലക്ഷ്യം പോയത് അവന് കിട്ടുമെന്നറിയാനാ. പക്ഷെ യേശു ഇന്ന് രാത്രി നിന്റെ അടുക്ക് വന്നിരിക്കുന്നത് നിന്റെ ഒന്നും അവന് വേണ്ട, നിന്റെ ആത്മാവിന്റെ നിത്യതയ്ക്ക് വേണ്ടി. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ സ്വർഗം, നഷ്ടപ്പെട്ടു പോയ ജീവൻ, നഷ്ടപ്പെട്ടു പോയ രക്ഷ ഇതിനകത്ത് മടക്കി തരുവാൻ എന്റെ യേശുവിന്റെ കരം നിന്നെ അന്വേഷിക്കുകയാ. നീ ഒന്ന് സമർപ്പിക്കപ്പെടുന്നെങ്കിൽ ഇന്ന് ഇതുവരെ അനുഭവിക്കാത്ത ഒരു വലിയ ആത്മീയ വിടുതല് നീ അനുഭവിക്കാൻ പോയ വിശ്വസിക്കുന്നവർ മാത്രം ഒരു നിമിഷം നന്നായി 2 കരമടിച്ച് അഭിഷേകത്തോടെ ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം യേശു പറഞ്ഞു, സ്നേഹിത, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, കിടക്കെടുത്തുകൊണ്ട് പൊക്കോ. പെട്ടെന്ന് സ്തോത്രം. അവനെ ഡൊമിനിക് പാസ്റ്ററും നമ്മുടെ ബെൻസൺ പാസ്റ്ററും 2 കൈയെ പിടിച്ചു സ്റ്റേജിൽ കൊണ്ടുവന്നു. ഇവിടുന്ന് വലിച്ചോണ്ട് അങ്ങോട്ട് പോയി, അവിടുന്ന് വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആ കട്ടിനെ തിരിച്ചുവിടുന്ന പരിപാടിയല്ല. ഹലോ, പ്രൈസലോ. എന്നിട്ട് അവിടെ കൈ മൈക്ക് കൊടുത്തിട്ട് ഓടുന്നുണ്ടല്ലോ, നൂറുന്നല്ലോ എന്ന് പറയപ്പെട്ട് ടി വി കാണിക്കുന്ന പണിയല്ല. എന്റെ യേശു കൈക്ക് പിടിപ്പിച്ചില്ല, സ്റ്റേജെ വലിച്ചോണ്ട് ഓടിയില്ല. ഒറ്റ വാക്ക്, നിന്നെ മുഴുവൻ പ്രശ്നം പരിഹരിക്കാൻ വർഷങ്ങൾ പഴകിയ നിന്റെ ജീവിതത്തിന്റെ മുഴുവൻ ഭാവി ഒതുക്കിയ
നിന്റെ നന്മകളെ മുഴുവൻ കെട്ടിയ, നിന്റെ അനുകൂലത്തെ മുഴുവൻ തടഞ്ഞ സകല കോടികളെ അടിക്കുവാൻ എന്റെ യേശുവിന് ഒറ്റ വാക്ക് മതി. വിശ്വസിക്കുന്നവർ മാത്രം രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഭക്ഷ്യങ്ങൾ കൊണ്ട് കുടുംബം നിന്നെ കൈവിട്ടെങ്കിൽ, സമൂഹം നിന്നെ തള്ളിക്കളഞ്ഞെങ്കിൽ, നിന്നെ വിടുവിപ്പോൾ ഇന്ന് രാത്രി യേശുവിന്റെ ഒരു വാക്കിന് കഴിയും. ഓ ഹല്ലേലൂയ! എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ നിന്റെ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ! നിന്റെ വിടുതൽ നടക്കുക. നമ്മുടെ പൊടിപ്പിച്ചായി ഇവിടെ വന്ന് രാത്രിയില് ആശംസ പറഞ്ഞല്ലോ. താഴത്തെ പല്ല് പറിച്ചു, മേളത്തെ പല്ല് പറിച്ചു, നാക്കിന്റെ ഒരു ഭാഗം കട്ട് ചെയ്തു, ബയോപ്സിക്ക് അയച്ചു. നാളെ കീമോ തുടങ്ങണം. ഡോക്ടർമാർ തയ്യാറായിരിക്കുക, ഓപ്പറേഷൻ ചെയ്യണം. പക്ഷെ സ്വർഗം പറഞ്ഞില്ലടാ, ഞാൻ ഒരു അപൂർവ കാര്യം ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ഇന്നത്തെ ദൈവത്തെ ആരാധിക്കട്ടെ. ഭാവി തീരുമാനിക്കുന്നത് ഇന്ന് രാത്രി സ്വർഗമാണ് തീരുമാനിക്കുന്നത്. പറയുമ്പോൾ ഒരപൂർവ കാര്യം നിനക്ക് വേണ്ടി ചെയ്യുവാൻ ജീസസ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗത്ത് പിശാച് മരണത്തിന്റെ കയറുകൊണ്ട് വലിഞ്ഞു. വൈദ്യശാസ്ത്രം അതിന്റെ വാക്ക് ചെയ്യുവാൻ തയ്യാറായി. പക്ഷെ സ്വർഗം പറഞ്ഞില്ല. പ്രാർത്ഥിക്കുന്ന ജനമുണ്ട്, നിലവിളിക്കുന്ന ജനമുണ്ട്. ഞാൻ ഒരു അപൂർവ കാര്യം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ! ഇന്ന് രാത്രി ഈ മെസ്സേജ് പറയുമ്പോൾ നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്, നിന്റെ ആയുസ് തീരുമാനിക്കുന്നത്, ഓ ഹല്ലേലൂയ, ഇവിടുത്തെ ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രമല്ല. സ്വർഗം ഇന്ന് രാത്രി ഒരു അപൂർവ കാര്യം നിനക്ക് വേണ്ടി വിശ്വാസമുള്ളവർ മാത്രം ഈ രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. എല്ലാ ഹോളുകളിലും സൗഖ്യം നടക്കട്ടെ. ഈ 3 ഹോളുകളിൽ സൗഖ്യം നടക്കട്ടെ. ഈ ശബ്ദഭരിയും രാത്രി ഈ ദൂരദർശന ജീവിതങ്ങളിൽ ദൂരവ്യാപകമായ ദൈവത്തിന്റെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടട്ടെ. അഭിഷേകത്തെ പുതുക്കുന്ന രാത്രിയാ, നിന്റെ ദൈവകൃപയെ ചലിപ്പിക്കുന്ന രാത്രിയാ, നിങ്ങളുടെ ഭൂതവിയോഗം പറയുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ മുഴുവൻ രാത്രി ദൈവത്തെ നന്നായി സ്തുതിച്ചാരാധിക്കട്ടെ. ഓ രക്തത്താലും വചനത്താലും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിശ്വസിക്കാം, സ്റ്റാൻലി പാസ്റ്റർ ഒന്നാമത്തെ പാട്ട് പാടി വർഷിപ്പ് ലീഡ് ചെയ്തിരുന്നപ്പോൾ തന്നെ സ്തോത്രം ദോഹപട്ടണത്തിൽ അനേക കുടുംബത്തിനകത്ത് കെട്ടടിച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് എന്നെ ഞാൻ വിളിക്കുമ്പോൾ ദൈവം എന്നെ കാണിച്ചു അനേക കുടുംബത്തിന്റെ പിശാചിന്റെ കെട്ടുകൾ, അല്ലെങ്കിൽ നിന്റെ ഭാവിയെ, നിന്റെ നന്മയെ, നിന്റെ അനുഗ്രഹത്തെ പിശാച് കെട്ടി. ഇവിടെ ആരാധന വെളിപ്പെട്ടപ്പോൾ, ഇവിടെ പ്രാർത്ഥന വെളിപ്പെട്ടപ്പോൾ, ഇവിടെ കൂടുതൽ വെളിപ്പെട്ടപ്പോൾ സ്വർഗം അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ അവസാനിക്കും മുമ്പേ ഒരപൂർവ്വകാരി നിനക്ക് വേണ്ടി ചെയ്യുവാൻ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ തലമുറയിൽ ഒരപൂർവ്വകാരി സംഭവിക്കുക, നിന്റെ കുടുംബത്തിന്റെ ഉള്ളതയിൽ ഒരപൂർവ്വകാരി സംഭവിക്കുക. നമ്മുടെ കരം ഉയർത്തി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. നിങ്ങൾ വിശ്വസിച്ചാൽ മതി, വിശ്വസിച്ചാൽ മതി. സ്തോത്രം. ഈ അച്ചാന്റെ മിഷനേല എന്റെ ഷുഗർ 570 അല്ലേ? സ്തോത്രം. അച്ഛൻ പറഞ്ഞ പാസ്റ്ററെ എന്റെ ബിസ്കറ്റ് ഇപ്പം കുത്തിവെക്കാന്ന് പറഞ്ഞു. എന്നോടല്ല വലിയ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഇങ്ങോട്ട് പോരുന്ന രാത്രി 109 ഉള്ളൂ. ഞാൻ അവിടുന്ന് അച്ഛനെ വിളിച്ചു. ഞാൻ പറഞ്ഞ ഷുഗർ നോക്കി 109 ഉള്ളെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്റെ ദൈവമക്കളെ, എന്റെ കർത്താവ് അപൂർവ കാര്യങ്ങളെ ചെയ്യുന്നവനാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ മൺകൂടാരത്തിൽ, നിന്റെ തലമുറയിൽ, നീ വീട്ടിൽ കണ്ടിട്ട് പോകുന്ന വിഷയത്തിന്റെ, നാട്ടിലെ ചില വിഷയത്തിന്റെ ഇന്ന് രാത്രി എന്റെ യേശു
വരുന്ന യോർദാനിലെ വെള്ളം ഒരു ഭക്തന്റെ കാലങ്ങോട്ട് ചവിട്ടിയപ്പോ മേളത്തെ ഒഴുക്ക് തടഞ്ഞത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ എവിടുന്നാണോ ജനത്തിന്റെ നന്മയെ കൊയ്ത്തുകാലത്ത് തകർക്കുന്ന പോര് വരുന്നത് അവിടെ തടഞ്ഞത്. കാല് ചവിട്ടിയത് ഗോഹയില, പക്ഷെ ഉറവ പൊട്ടിയത് കേരളത്തിലാണെങ്കിൽ അവിടെ തടഞ്ഞ. മനസ്സിലായില്ലേ? മേലൊഴുക്ക് തടഞ്ഞെന്ന. ഞാൻ ഇവിടെ തുണിക്കുമില്ല. അല്ലെങ്കിൽ എന്തിനകത്ത് ഇവിടെ കാല് കുത്തി നിൽക്കുന്നത്? നീ നൂല് കേൾക്കുന്നത് എവിടെയാ? പക്ഷെ മേലൊഴുക്ക് എവിടെയാണോ അവിടെ തടയാൻ പോകുക. ഇത് നന്മക്കെതിരെ കൊയ്ത്തുകാലത്ത് ഒഴുകി വരുന്ന പോരിനെ ഇന്ന് രാത്രി പുറപ്പെട്ടടത്ത് പുരുഷാരം നോക്കി നിൽക്കുമ്പോൾ ഒരുത്തന്റെ പടകിന്റെ ശൂന്യതമാണ്. പുരുഷാരം നോക്കി നിൽക്കുമ്പോൾ മുക്കുവൻ മനുഷ്യനെ പിടിക്കുന്നവനായി മാറും. പുരുഷാരം നോക്കി നിൽക്കുമ്പോൾ പാളയത്തിന് പുറത്തിറങ്ങിയ കുഷ്ഠരോഗി സൗഖ്യം പ്രാപിക്കുന്നു. പുരുഷാരം നോക്കി നിൽക്കുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും രോഗം കൊണ്ട് തള്ളി വഴി തട്ടിയ മനുഷ്യൻ കിടക്കെടുത്തോണ്ട് പോന്നു. ഇത് കണ്ടപ്പോൾ അവർ പറയുകയാണ്, ആ വാക്യം ഒരിക്കലൂടെ വായിക്കണേ. വായിച്ച വാക്യം ഒരിക്കലൂടെ വായിക്കണേ. എല്ലാവരും വിസ്മയം പൂണ്ടു. ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി രാത്രി മുഴുവൻ മഹത്വവും ദൈവത്തിന് കൊടുത്തു. സ്തോത്രം. നീ ഒരത്ഭുതമാണ്. നീ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് ദൈവം ഒരു അപൂർവ കാര്യം ചെയ്തുകൊണ്ടാണ്. നിന്റെ കൂടെയുള്ള ആരും ഇപ്പോൾ ഇല്ല. നിന്റെ കൂടെ പഠിച്ച പലരുടെയും മൂക്കിൽ നാട്ടുകാർ പനി വെച്ചു. സ്തോത്രം. നിന്റെ കൂടെ പഠിച്ച പലരും നാട്ടിൽ കണ്ണാടിയെ നോക്കുക. നിന്റെ സ്ഥിതി ദൈവം മാറ്റി. ഒരു അപൂർവ കാര്യം ദൈവം ചെയ്തതാ. അതുകൊണ്ട് മഹത്വം ദൈവത്തിന് കൊടുത്തോളാം. ഇതിനകത്ത് നിന്റെ സ്ഥിതിയെ മാറ്റിയ, നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തിയ, നിന്റെ കാലം പിടിച്ചുയർത്തിയ നിങ്ങളാരും ആരാധിച്ചില്ലേലും ഞാനും സ്റ്റാൻഡും ഒക്കെ ആരാധിക്കും. ഞങ്ങൾക്ക് ആരാധിക്കാതിരിക്കാൻ ഒക്കത്തില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദ്യാഭ്യാസമോ ഡിഗ്രിയോ പേരിന്റെ അവസാനം സോയാസോ എഴുതി വെക്കാൻ ഒന്നുമില്ലാത്ത ഞങ്ങളെ ഇങ്ങനെ നിർത്തുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെ ശ്രദ്ധിക്കാതിരിക്കാൻ ഒക്കുന്നത്? ഒരു അപൂർവ കാര്യമല്ലേ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത്? ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ നിന്നിലും അത് ചെയ്യുവാൻ, നിന്റെ കുടുംബത്തിനും അത് ചെയ്യുവാൻ, നിന്റെ തലമുറയിലും അത് ചെയ്യുവാൻ ഇന്ന് രാത്രി എന്റെ ദൈവം മതിയായവനാകയാൽ നീ വിശ്വസിച്ചോ. ഇന്ന് രാത്രി എന്റെ ദൈവം വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ ഒരപൂർവ കാര്യം ചെയ്യാൻ പോയ ഇന്ന് രാത്രി പൈശാചിക പാളയം പരക്കം പായുന്ന കാഴ്ച. വിരോധമായി പാളയം പിടിച്ച ചില ഭൂമികൾ പരക്കം പായുന്നു. ആ മണ്ണിൽ ആ കോട്ടയിൽ ആ ഉരുളത്തിൽ ആ ചങ്ങലയിൽ നിങ്ങൾ സ്വർഗങ്ങളിൽ ഭൂമിമാറ്റിയിരിക്കുകയാ. വിശ്വസിച്ച് ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചു. ഒരപൂർവകാര്യം എന്താ അപൂർവ കാര്യം? സ്തോത്രം. കൃപ ലഭിച്ച വിശ്വാസി ഒരു വലിയ മതിലിന് ചുറ്റും ലോറി രക്തം ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് അണന്നപ്പോൾ ആ മതിലൊക്കെ കാണുന്നു. അതൊരു അപൂർവ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്താ അപൂർവ കാര്യം? പ്രാർത്ഥിക്കുന്ന 3 പേര് കൈയും കാലും കെട്ടി 7 മടങ്ങുള്ള തീക്കകത്തോട്ടിട്ടു. ഇട്ടോൻ കത്തി. സ്തോത്രം. ഇട്ടവന്മാര് കത്തി. പക്ഷെ പിന്നീടവന്റെ ദേഹത്ത് തീയുടെ മണം രക്ഷിക്കില്ല. അതൊരു അപൂർവ കാര്യമാണ്. ദൈവത്തെ ശ്രമിക്കുക. ഇന്നത്തെ ഗ്രൂപ്പ് പറയുമ്പോൾ നിന്നെ കത്തിക്കാൻ അഭിഷേകം പദ്ധതി. പക്ഷെ 10 ഇട്ടവനെ കത്തിച്ചിട്ട് നിന്നെ വിടുവിക്കുന്ന ഒരു അപൂർവ കാര്യം ഇന്നത്തെ ദൈവം ചെയ്യുകയാണ്. എന്താ അപൂർവ കാര്യം? സ്തോത്രം. കാരാഗ്രഹം നന്നായി കൂട്ടി
കാവൽക്കാർ വാതൊക്കെ തന്നെയും. പക്ഷെ അകത്ത് കിടന്നവൻ കവലയ്ക്ക് പരസ്യബോധി പ്രസംഗിക്കും. പൂട്ട് തുറക്കാതെ. ഓ ഹല്ലേലൂയ. പത്രോസേ, നീ ഇങ്ങനെ കാരാഗ്രഹത്തിൽ വെളിയിൽ വന്നത്? ഉത്തരം, സ്തോത്രം സ്തോത്രം. ഏത് പൂട്ടും അടിക്കാനുള്ള താക്കോല എന്റെ കൈ തന്നിട്ടാ എന്റെ യേശു പോയത്. ഇന്ന് രാത്രി ഞാൻ ഇതൂന്ന് പറയുമ്പോൾ എന്നെ തുറക്കുക. അടഞ്ഞതല്ല, നിന്റെ നന്മ അടച്ചെങ്കിൽ, നിന്റെ അനുഗ്രഹം അടച്ചെങ്കിൽ, നിന്റെ വാഗ്ദത്തം അടച്ചെങ്കിൽ, നിന്റെ യാത്ര അടച്ചെങ്കിൽ, നിന്റെ സാമ്പത്തിക മടക്കം അടച്ചെങ്കിൽ, സ്വർഗ്ഗം ഇന്ന് രാത്രി അതെല്ലാം മടക്കെ തുറക്കുകയോ. എത്ര പേര് വിശ്വസിക്കുന്നു? യേശുവേ, ഇന്ന് രാത്രി ഒരു വാക്ക് നീ കൽപ്പിച്ച, നിന്റെ ഒരു വാക്ക് എന്റെ മുഴുവൻ പ്രശ്നത്തെ പരിഹരിക്കാൻ എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരു വാക്ക് നീ കൽപ്പിക്കണം എന്ന് ഹൃദയത്തിൽ ദൈവാത്മാവ് പറയുന്നവർ ആ കരമുയർത്തട്ടെ. സ്വർഗം ഇടപെടാൻ പോകുക നിനക്ക് വേണ്ടി. അവന്റെ ആ വിശ്വാസം കണ്ടിട്ട് കർത്താവ് ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ കരമുയർത്തിയപ്പോൾ സ്വർഗം നിന്നെ നോക്കുകയാണ്. ഒരു അപൂർവ കാര്യം ചെയ്യുക, മറ്റാർക്കും ചെയ്തിട്ടില്ലാത്ത, മറ്റാർക്കും വേണ്ടി ചെയ്തിട്ടില്ലാത്ത ഒരു അപൂർവ കാര്യം. ദൂത് കേട്ട, വിശ്വസിച്ച് കരമുക്കിയ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി അദോഹിയിൽ വേണമെങ്കിൽ ഇവിടെ അവൻ